ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നിഹാൽ സാർ. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള പരീക്ഷ, അവസാന പരീക്ഷ, നമുക്ക് ഒരുപാട് ദിവസങ്ങൾ മുന്നിൽ ഇങ്ങനെ ഇട്ട് നിന്നിട്ടൊരു പരീക്ഷയാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിലെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് സെക്കൻഡ് ചാപ്റ്റർ ഓണം എക്സാമിൻ്റെ ടോപ്പിക് ആയതുകൊണ്ട് അവിടെ നിന്ന് കുറേ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആഫ്റ്റർ ക്രിസ്മസ് എക്സാം പോർഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം ചോദിക്കുക. എന്നാലും ഈ ടോപ്പിക്ക്, ഈ ചാപ്റ്ററിന് അറ്റ് എനി കോസ്റ്റ് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം ഇതായിരിക്കും. ഏതാണ് ആ ചോദ്യം? സോഷ്യൽ റിഫോമേഴ്സ് ആണ്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയ ഒരു ചോദ്യമായിരിക്കും ഈ ടോപ്പിക്കിന് ചോദിക്കുക. അത് മാസ്റ്റർ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെന്താണ് മാസ്റ്റർ ഫോളോയിങ്ങിൽ ഒരു മാർക്കിന് ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ് റിഫോംസ് ആയിരിക്കും, എന്തും നമുക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി നിർബന്ധമായും പഠിച്ചിരിക്കുക. സോ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ സാമൂഹ്യ എന്താണ് സോഷ്യൽ റിഫോമേഴ്സിന് തുടക്കം കുറിച്ച ആളാണ് രാജാറാം മോഹൻ റോയ്. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം, അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളെ പേര്, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ പേരാണ്. അതാണ് ഒന്ന് ബ്രഹ്മ സമാജം. നോട്ട് ചെയ്തേക്കുക, ബ്രഹ്മ സമാജം. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ അസോസിയേറ്റ്, അല്ലെങ്കിൽ അവരാഗ്രഹിച്ച അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷന്റെ പേരാണ്, സംഘടനയുടെ പേരാണ് എന്താ? ബ്രഹ്മ സമാജം. നോട്ട് ചെയ്ത് വെക്കുക. സാമൂഹ്യ പരിഷ്കരണമായിരുന്നു, സോഷ്യൽ റിഫോർമേഷൻ നടപ്പിലാക്കലായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ ബ്രഹ്മ സമാജത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം സതി നിർത്തലാക്കിയിട്ട്. അപ്പോൾ ഇതൊരു ഷുവർ കട്ട് ചോദ്യമായിട്ട് രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ. അതുപോലെ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. ചൈൽഡ് മാരേജ്, പോളിഗമി പോലത്തെ പല കാര്യങ്ങൾക്കും അദ്ദേഹം എന്ത് ചെയ്തു? എതിർത്തു. അതായത് ശൈശവിവാഹം, ബഹുഭാരിതം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി, സതി നിർത്തലാക്കി, ആധുനിക വിദ്യാഭ്യാസം, നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വത്തിന്മേലെ എന്താണ് ഇൻഹെറിറ്റൻസ്, സ്വത്ത് സ്ത്രീകൾ കൂടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 6 പോയിന്റ്സ് ഉണ്ട്. കറക്റ്റ് പഠിച്ചു. ഏറ്റവും ചുരുങ്ങിയ ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. നമുക്കൊരു 4 മാർക്കും ചോദ്യം ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന. റെഡി? ഈ അടുത്ത അല്ലെങ്കിൽ രണ്ടാമത്തെ ആളാണ് ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെയും കൊണ്ടുവന്ന ആദ്യത്തെ പരിപാടി എന്താ? സത്യശോധക് സമാജം. പഠിച്ചു വെക്കുക. ജ്യോതിറാവ് ഫുലെ കൊണ്ടുവന്ന സത്യശോധക് സമാജം. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ദളിത് പീപ്പിൾ, താഴെ എന്താണ് സമുദ്ര താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആര്? പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്ത്? അദ്ദേഹം ഒരുപാട് സ്കൂളുകളും അതുപോലെ തന്നെ വിധവകൾക്കുള്ള സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള എന്താണ് പിന്നെ പരിപാടികളൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നു, സാവിത്രി ഭായ് ഫുലെ. ഓക്കെ. അപ്പോൾ 2 നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാണ് പണ്ഡിത രമാബായി. കാരണം ഇനി ഇത് രണ്ടും ചോദിച്ചാൽ പണ്ഡിത രമാബായിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. സോഷ്യൽ റിഫോം ആക്ടിവിറ്റിയിൽ സാമൂഹ്യ പരിഷ്കരണ മേഖല സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാബായി. അപ്പോഴും ആലോചിക്കുക, സ്ത്രീകളുടെ എന്താണ് വെൽഫെയർ, ഉന്നമനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങൾ അല്ലേ? ഏതൊക്കെയാണ്? ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ, മുക്തി മിഷൻ. 3ഉം ആര് സ്ഥാപിച്ചാണ്? ഈ പറയുന്ന പണ്ഡിത രമാബായി സ്ഥാപിച്ചാണ്. എങ്ങനെയാണ് ഈ പണ്ഡിത എന്ന പേര് എങ്ങനെ കിട്ടിയത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി അല്ലേ? കൽക്കട്ട യൂണിവേഴ്സിറ്റി സംസ്കൃതത്തിൽ എന്താണ് മഹദിക്കുള്ള ഒരു അവിടെ അറിവ് പ്രാവീണ്യം വെച്ചിട്ട് കൊടുത്ത പേരാണെന്ത്? ഈ പണ്ഡിത എന്ന പേര് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ ബോംബെ 1889 ബോംബെയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ അവർ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ്സിന്റെ പേര് എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. പിന്നെ ഈ കോളം പ്രാർത്ഥന സമാജ്, ആര്യ സമാജ്, അലിഗഡ് പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ, ഹിതകാരിണി സമാജം, സ്വാഭിമാന പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, സാധുജന പരിപാലന സംഘം. ഇതൊക്കെ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെന്റ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു 4 മാർക്കിന് ചോദ്യമായി എന്തായാലും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിഹാൽ സാറിന്റെ യൂട്യൂബ് ചാനൽ, ജസ്റ്റ് വീഡിയോ കണ്ടേഷൻ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനൽ നിഹാൽ സാർ സെർച്ച് ചെയ്യുക. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ചില വീഡിയോസ് ഒക്കെ ഇന്നും നാളെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? വേഗം നിഹാൽ സാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കണ്ടന്റുകൾ അതിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബാക്കി നമ്മൾ ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് നിർബന്ധമായും ഈ ടോപ്പിക് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.